ഗുഡ് മോർണിംഗ്. രാവിലെ 4:15 എഴുന്നേറ്റിട്ടുണ്ടേ നമ്മളൊരു നോമ്പെടുക്കാൻ പോന്നാ. നോമ്പെടുക്കുന്ന ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് നോമ്പെടുക്കുന്നത്. നമ്മൾ കഞ്ഞീൻ്റെതെല്ലാം ഇന്നലെ റൈസ് കുക്കറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ലോണം ആയിട്ടുണ്ടായിരുന്നേ. നമ്മൾ കഞ്ഞിയെല്ലാം ആക്കി ചായ രാവിലെ കുടിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും തലവേദനയായിരിക്കും. അതുകൊണ്ട് വിശക്കുന്നതിനൊരു ബുൾസൈ എല്ലാം ഉണ്ടാക്കി വെള്ളമെല്ലാം നല്ലോണം കുടിച്ച് ചായയും കഞ്ഞിയും എല്ലാം കുടിച്ച് നമ്മൾ സെറ്റായിട്ടുണ്ട്. ഈ നോമ്പ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ കിടന്നുറങ്ങി. അഗേട്ടനും എടുത്തിട്ടുണ്ട്, പക്ഷേ അഗേട്ടന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അറിയില്ല എന്നാണ് പറഞ്ഞത്. കറക്റ്റ് 1 മണിയായപ്പോൾ അഗേട്ടന് വിശപ്പിൻ്റെ വിളി വന്നു. അങ്ങനെ അഗേട്ടനും വാമിക്കും ഞാൻ വെള്ളാപ്പെല്ലാം ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബ്ലൂമീനെല്ലാം കുളിപ്പിച്ച് നഖയെല്ലാം വെട്ടി ബ്ലൂമീനെ കുളിച്ചതിന് ശേഷമുള്ള അവസ്ഥ ഉണ്ടോ? ബ്ലൂമീൻ്റെ എല്ലാം കൂടി എലിക്കുട്ടീനെ പോലെ ആയിട്ടില്ലേ. പിന്നെ അതിനുശേഷം ഞാനും ഒന്ന് കുളിച്ച് അതിനുശേഷം നമ്മൾ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇതെല്ലാം ഉണ്ടാക്കാൻ പോകുന്നതാണ്. നമ്മൾ കോഴിക്കാലും പിന്നെ അതുപോലെ തന്നെ പക്കുവടയാണ് ഉണ്ടാക്കുന്നത്. അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും ഉണ്ടാക്കേണ്ടതെന്ന്. നമ്മുടെ തൊട്ടിപ്പുറത്ത് തന്നെയല്ലേ ഒരു ഫാമിലി, അവർക്ക് നോമ്പ് തുറയെ ഇന്ന് നമുക്ക് സെറ്റാക്കാന്ന് പറഞ്ഞു. അപ്പം ഇവിടെ 1/4 മണിക്കൂറായി കാത്തിക്കുന്നത്. അഗേടൻ്റെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതാ അഗേടന് കുളിയും മേക്കപ്പ് ഒന്നും കഴിഞ്ഞിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അഗേട്ടൻ കുളിക്കാൻ പോയിട്ട് ബാത്റൂമെല്ലാം കഴുകി ലേറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ അഗേട്ടൻ നോമ്പും മുറിച്ചല്ലോ വിശന്നിട്ട്. അഗേട്ടനെ നോമ്പ് എടുക്കുന്നൊന്നും ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല, ശ്രമിച്ചു നോക്കാമെന്നാണ് പറഞ്ഞത്. വെള്ളം കുടിക്കാണ്ട് അഗേട്ടന് തീരെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ആളാണ്. ഞാൻ ഇങ്ങനെ വെള്ളം കുടിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഞാൻ വെള്ളം കുടിച്ചില്ലെങ്കിൽ അതിനും ചീത്ത കേൾക്കും. ഇവിടെ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കട്ട്ലൈറ്റ്, പിന്നെ ഇറാനി പോള എന്നെല്ലാം പറഞ്ഞിട്ട് ബ്രെഡ് സാൻഡ്വിച്ച്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നോട് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ ഫസ്റ്റ് ടൈം നോമ്പെടുക്കുന്നതുകൊണ്ട് ഞാൻ അവരെല്ലാം ചെയ്യുന്ന പോലെ കാരക്കയും വെള്ളമെല്ലാം കുടിച്ച് അതിന് ശേഷം കടികളെല്ലാം കഴിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ വയറ് പൊട്ടാനായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം സംസാരിച്ചിരുന്ന് അതിന് ശേഷം പിന്നെയും കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ട് ഇതെന്തായാലും പോകില്ല. അവിടെ ചിക്കനും പിന്നെ കുഞ്ഞിപ്പത്തിരിയെല്ലാം കൂടെ അതും പിന്നെ ചിക്കൻ കറിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നൈസ് പത്തിരിയില്ലേ അതും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബൈ എന്നെല്ലാം പറഞ്ഞിട്ട് പോകാൻ വിചാരിച്ചാൽ, പക്ഷേ നമുക്ക് കിടന്നിട്ട് ഉറക്കേ വരുന്നില്ല. അപ്പോൾ നമ്മൾ 1/4 മണിക്കൂർ നല്ലോണം ഒന്ന് പുറത്തൂടെ നടന്ന് ഇതുണ്ട് ഇലകളെല്ലാം കാണാൻ എന്ത് ഭംഗിയല്ലേ. നല്ല തിരുളില വന്നിട്ടുണ്ട് എല്ലാത്തിനും. നല്ല രസമുണ്ട് കാണാൻ. നമ്മളൊരു കുറച്ച് നേരമെല്ലാം ഒന്ന് നടന്ന് പിന്നെ വയറെല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം പിന്നെ നമ്മൾ പോയി കിടന്നു. എന്നാൽ ഇത്രയേ ഉള്ളൂ.